അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ, നട്ടി ബബിൾ കേക്ക്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സാധാരണയായിട്ട് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഷുഗർ സിറപ്പല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയിൽ കവിഞ്ഞൊരു കുറച്ചുകൂടി ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ബൂസ്റ്റിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ്. അത് നമ്മൾ ഇതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടയായിട്ടൊക്കെ കിട്ടും. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് 3 മുട്ടയുടെ വെള്ളയാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ഇത്. പിന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ എഗ് യോക്കും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കിയാൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ അത്ര നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചേക്കണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഫോൾഡ് ചെയ്യണതും വളരെ സ്ലോവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ ഇങ്ങനെ പൊന്തി വന്നേക്കണത് പെട്ടെന്ന് താഴേക്ക് അമർന്നു പോകും. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തീരെ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫോൾഡ് ചെയ്യുന്നതിനിടയിൽ നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ നമ്മൾക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കേക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് മിക്സിനൊരു വെൽവെറ്റി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് വേഗം തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ വേഗം ബേക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം വെക്കരുത്. ഇനി നമ്മുടെ ഈ കേക്ക് മിക്സ് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവണ സമയം കൊണ്ട് നമുക്ക് അത് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഷുഗർ പെട്ടെന്ന് കട്ട പിടിക്കണത്. അത് കുഴപ്പമില്ല. അത് ഈ പാല് ചൂടാകുമ്പോൾ ഷുഗർ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇനി നമുക്ക് കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതലൊക്കെ പൊടിഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മയം പുരട്ടിയേക്കണം ഒരു പാത്രത്തിലേക്ക്. ഞാനൊരു കുറച്ച് ബട്ടർ തടവിയായിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പം നന്നായിട്ട് ബേക്കായി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 3 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി കേക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത്. നമ്മളെ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റില്ല, അത് ഈ കേക്കിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്ത് ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പിനേക്കാളും എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നട്ട്സ് കാരമലൈസ് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ കേക്ക് 3 ലെയറായിട്ടല്ല നമ്മൾ മുറിച്ചേക്കണത്. വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് അതിൽ നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ബബിൾ ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ബബിളിൻ്റെ ഷേപ്പിൽ നമ്മൾ വരുത്താം. ആദ്യം ഒരു വലുത് പിന്നെ ഒരു ചെറുത് അങ്ങനെയുള്ള രീതിയിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ബബിൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അരിപ്പയിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വരച്ചു കൊടുത്തേക്കണ വലിയ ബബിൾസ് ഇല്ല, അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരച്ചു കൊടുക്കുക വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു 3D എഫക്റ്റ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റിലുള്ള പാലാണ് നമ്മളിതിന് സോക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് എടുത്തത്. അതേപോലെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുണ്ടല്ല നട്ട്സ്, അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴുള്ള ടേസ്റ്റും പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.